മക്കളെ, മഹാഭാരത യുദ്ധത്തിൻ്റെ 13-ാം ദിവസം. ഭീഷ്മരുടെ പതനത്തിന് ശേഷം ദ്രോണാചാര്യരായിരുന്നല്ലോ കൗരവ സൈന്യത്തിൻ്റെ നായകനായത്. യുദ്ധഭൂമിയിൽ നിന്നും യുധിഷ്ഠിരനെ പിടിച്ചുകെട്ടി ദുര്യോധനന് നൽകാമെന്ന് ദ്രോണർ വാക്കുകൊടുത്തിരുന്നു. പക്ഷേ അർജുനൻ്റെ സംരക്ഷണയിലായിരുന്ന യുധിഷ്ഠിരനെ ഒന്ന് തൊടുവാൻ പോലും ദ്രോണർക്ക് കഴിഞ്ഞില്ല. തൻ്റെ ശപഥം നിറവേറ്റാൻ വേണ്ടി ആചാര്യൻ ചക്രവ്യൂഹം ചമച്ച് സൈന്യത്തെ അണിനിരത്തി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സംശപ്തകന്മാർ അർജുനനെ ദൂരേക്ക് അകറ്റിക്കൊണ്ടുപോയി. ചക്രവ്യൂഹത്തെ ഒന്നും ചെയ്യാനാകാതെ വിഷമിച്ച യുധിഷ്ഠിരൻ ആ കൃത്യം നിർവഹിക്കാൻ അർജുനപുത്രനായ അഭിമന്യുവിനെ അയച്ചു. പക്ഷേ അഭിമന്യുവിന് വ്യൂഹം ഭേദിച്ച് സൈന്യത്തിനുള്ളിൽ പ്രവേശിക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അതിനുള്ളിൽ നിന്നും പുറത്തു വരുവാനുള്ള യുദ്ധരീതി ആ കുമാരന് വശമില്ലായിരുന്നു. ആ കുമാരൻ വ്യൂഹം ഭേദിച്ച് അകത്ത് കയറുമ്പോൾ യുധിഷ്ഠിരനും ഭീമനും സൈന്യവുമായി ചെന്ന് അഭിമന്യുവിനെ രക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞതിനാൽ അഭിമന്യു യുദ്ധത്തിന് പുറപ്പെട്ടു. അയാൾ ചക്രവ്യൂഹം തകർത്തു. വലിയ നാശനഷ്ടങ്ങൾ കൗരവർക്ക് ഉണ്ടാക്കി. മഹാരഥന്മാരായ ധാരാളം കൗരവ രാജാക്കന്മാരുടെ ജീവൻ അഭിമന്യു നഷ്ടമാക്കി. തന്നോട് യുദ്ധം ചെയ്യാനെത്തിയ ദ്രോണർ, കർണൻ, ദുര്യോധനൻ, അശ്വത്ഥാമാവ്, ശല്യർ, ശകുനി തുടങ്ങിയ ധാരാളം പേരെ അഭിമന്യു ശിക്ഷിച്ചു. അവരിൽ പലർക്കും ജീവൻ ലഭിച്ചത് തന്നെ യുദ്ധഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതിനാലായിരുന്നു. തുടർന്ന് എതിർക്കാനെത്തിയ മഗധ രാജകുമാരനും അശ്വകേതു എന്ന മറ്റൊരു രാജകുമാരനും അഭിമന്യുവിൻ്റെ ശരങ്ങൾക്ക് മുന്നിൽ അവരുടെ ജീവൻ നഷ്ടമായി. തുടർന്ന് ഭോജരാജാവും മരിച്ചു. അപ്പോൾ അഭിമന്യുവിൻ്റെ മുന്നിലെത്തിയത് ദുശാസനൻ്റെ മകനായിരുന്നു. അഭിമന്യു അയാളോട് പറഞ്ഞു, എടോ, തനിക്ക് യുദ്ധമൊക്കെ വശമുണ്ടല്ലോ. നിൻ്റെ പിതാവ് ഇവിടെ നിന്നും പേടിച്ച് എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും നിന്നെ ഞാൻ അതിനൊന്നും അനുവദിക്കുകയില്ല. അപ്പോൾ അഭിമന്യുവിനെ എതിർത്തുകൊണ്ട് അശ്വത്ഥാമാവ് മുന്നിലേക്ക് വന്നു. എന്നാൽ അഭിമന്യുവിൻ്റെ ശരമേറ്റ് ദ്രോണപുത്രൻ്റെ തേർക്കൊടിമരം തകർന്നു വീണു. തുടർന്ന് ശല്യർ എത്തി. അദ്ദേഹത്തിൻ്റെ തേര് തന്നെ അഭിമന്യു തകർത്ത് കളഞ്ഞു. ശല്യർ വേറൊരു തേരിൽ ഓടിക്കയറി രക്ഷപ്പെട്ടു. അർജുനപുത്രൻ ശത്രുഞ്ജയൻ, ചന്ദ്രകേതു, മേഘവേഗൻ, സുവർച്ചസ്, സൂര്യദാസൻ എന്നിങ്ങനെ 5 രാജാക്കന്മാരെ വധിച്ച ശേഷം ശകുനിയെ മുറിവേൽപ്പിച്ചു. ഭയന്നുപോയ ശകുനി ദുര്യോധനോട് പറഞ്ഞു, രാജാവേ, ഇവൻ നമ്മളിൽപ്പെട്ടവരെ ഒന്നൊന്നായി കൊന്നൊടുക്കുകയാണ്. നാം ഒന്നിച്ചു ചേർന്ന് ഇവനെ വധിക്കുകയല്ലാതെ മറ്റൊരു വഴി കാണുന്നില്ല. ശകുനി പറയുന്നത് കേട്ട് കർണൻ ദ്രോണരുടെ മുന്നിലെത്തി പറഞ്ഞു, ആചാര്യ, അർജുനൻ്റെ മകൻ നമ്മയെല്ലാം വധിക്കുമെന്നാണ് തോന്നുന്നത്. ഇയാളെ വധിക്കാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തിയില്ലെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് തന്നെ നമ്മെ ഈ യുദ്ധം തോൽപ്പിക്കും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ദ്രോണർ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, ഈ കുമാരൻ്റെ അസ്ത്രകൗശലം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അവൻ വില്ല് കുലച്ച് ശരം തൊടുത്ത് നിൽക്കുമ്പോൾ വൃത്താകൃതിയിലുള്ള അവൻ്റെ വില്ല് മാത്രമേ കാണുന്നുള്ളൂ. അവൻ എവിടെയെന്ന് മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുന്നില്ല. ഇവൻ അർജുനൻ തന്നെ. ഇത് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ആനന്ദത്തിൻ്റെ തിരമാലകൾ ഉയരുകയാണ്. ഇത് കേട്ടപ്പോൾ കർണൻ പറഞ്ഞു, ആചാര്യ, ഈ അർജുനപുത്രൻ എന്നെ കണക്കിന് ശിക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അഹംഭാവം പ്രകടിപ്പിച്ച് നിൽക്കുന്നു എന്നേയുള്ളൂ. ദ്രോണർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇവൻ അസാമാന്യ സിദ്ധിയുള്ള ഒരു രാജകുമാരനാണ്. അവൻ പടച്ചട്ട ധരിച്ചിരിക്കുന്നത് നോക്കൂ. ആരാലും അതിനെ ഭേദിക്കാൻ കഴിയില്ല. ഈ വിദ്യ ഞാൻ അർജുനനെ പഠിപ്പിച്ചിരുന്നു. അതും ഈ കുമാരൻ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. കർണ, ഇവൻ്റെ വില്ലും കടിഞ്ഞാണും തകർത്ത് കുതിരകളെയും സാരഥിയെയും വധിക്കുകയും ചെയ്താൽ നമുക്കെന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നീ ശക്തനായ ഒരു യോദ്ധാവാണല്ലോ. പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യുക. ഇവൻ്റെ കയ്യിൽ വില്ല് ഉള്ളിടത്തോളം ദേവന്മാർക്കോ അസുരന്മാർക്കോ പോലും ഇവനെ തൊടുവാൻ പോലും കഴിയില്ല. അപ്പോൾ കർണൻ ഒരു ശരം കൊണ്ട് അഭിമന്യുവിൻ്റെ വില്ല് മുറിച്ചു. കൃതവർമ്മൻ അവൻ്റെ കുതിരകളെ കൊന്നു. കൃപർ അഭിമന്യുവിൻ്റെ തേരാളിയെയും അംഗരക്ഷകരെയും വധിച്ചു. ദ്രോണർ രൂപം കൊടുത്ത ചക്രവ്യൂഹം തകർത്ത് സൈനികർക്കിടയിൽ സംഹാരതാണ്ഡവം നടത്തിയ അഭിമന്യുവിന് ചുറ്റും കൗരവ മഹാരഥന്മാർ ആയുധവുമേന്തി നിരന്നു നിന്നു. അവന് ചുറ്റും കർണൻ തകർന്നുപോയ ചക്രവ്യൂഹം പുനർനിർമ്മിച്ചു. ആ വ്യൂഹം തകർക്കാൻ യുധിഷ്ഠിരനോ ഭീമനോ കഴിഞ്ഞില്ല. വില്ലും ശരങ്ങളും നഷ്ടപ്പെട്ടെങ്കിലും അഭിമന്യു പിന്മാറിയില്ല. ഒരു വാളും പരിചയം എടുത്തുകൊണ്ട്
ആ ധീരയോദ്ധാവ് അടർക്കളത്തിൽ നിറഞ്ഞു നിന്നു. സർവശാസ്ത്രങ്ങളും പഠിച്ച ദ്രോണാചാര്യർ ക്ഷുരപ്രം എന്ന ആയുധം പ്രയോഗിച്ച് അഭിമന്യുവിൻ്റെ വാൾ മുറിച്ചു. കർണൻ്റെ ശരമേറ്റ് പരിചയും തകർന്നു. നിരാലംബനായി നിന്ന ആ കുമാരൻ്റെ നേർക്ക് കൗരവ മഹാരഥന്മാർ യുദ്ധനിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിരന്തരം ശരങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. ശരമാരിയേറ്റ് അഭിമന്യുവിൻ്റെ ശരീരമാകെ മുറിവുകളുണ്ടായി. എന്നിട്ടും ആ സുഭദ്രാപുത്രൻ പിന്മാറിയില്ല. ഒരു രഥചക്രവും എടുത്തുകൊണ്ട് ദ്രോണരുടെ നേരെ പാഞ്ഞു ചെന്നു. കൗരവവീരന്മാർ സ്തംഭിച്ചുപോയി. ഭയപ്പെട്ടുപോയ ആ രാജാക്കന്മാർ എല്ലാവരും ചേർന്ന് അഭിമന്യുവിൻ്റെ കയ്യിൽ നിന്ന് ആ ചക്രായുധം ദൂരത്തെറിപ്പിച്ചു. അപ്പോൾ കയ്യിൽ കിട്ടിയ ഒരു ഗദ അഭിമന്യു ശത്രുക്കളുടെ നേർക്ക് എറിഞ്ഞു. ആ ഗദ ശരീരത്തിൽ കൊള്ളാതിരിക്കാൻ അശ്വത്ഥാമാവിന് രഥത്തിൽ നിന്നും താഴെ ചാടി ഒഴിയേണ്ടി വന്നു. പക്ഷേ ആ ഗദയേറ്റ് അശ്വത്ഥാമാവിൻ്റെ തേരാളിയും അംഗരക്ഷകരും പരലോകത്തേക്ക് പോയി. പിന്നീട് അഭിമന്യു ഗാന്ധാരത്തെ ചില വീരന്മാരെയും സുബലൻ്റെ മകനായ കാലികേയനെയും വധിച്ചു. കുറേ ഗജസൈന്യത്തെയും അശ്വത്ഥാമാവ് കൊന്നൊടുക്കി. കുമാരൻ്റെ ഗദയേറ്റ് ദുശാസനപുത്രൻ്റെ രഥം തകർന്നു വീണു. കോപത്താൽ ജ്വലിച്ച ദുശാസനപുത്രൻ ഗദയുമായി അഭിമന്യുവിനോട് ഏറ്റുമുട്ടി. ഇരുവരും ഘോരമായ യുദ്ധം നടത്തി തളർന്നു വീണു. പെട്ടെന്ന് ചാടിയെഴുന്നേറ്റ ദുശാസനപുത്രൻ ഗദ കൊണ്ട് അഭിമന്യുവിൻ്റെ ശിരസിൽ ആഞ്ഞടിച്ചു. അഭിമന്യുവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തളർന്നു വീണു. ആയുധങ്ങൾ ഒന്നുമില്ലാതെ നിസ്സഹായനായി യുദ്ധഭൂമിയിൽ വീണുപോയ അഭിമന്യുവിനെ യുദ്ധത്തിൻ്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് മഹാരഥന്മാരെന്ന് പേരെടുത്ത കൗരവരാജാക്കന്മാർ എല്ലാവരും ചേർന്ന് വീരസ്വർഗത്തേക്ക് അയച്ചു. യുദ്ധഭൂമിയിലാകെ അത്ഭുതത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഹാഹാവിളികൾ ഉയർന്നു. യുദ്ധഭൂമിയിൽ ആയുധം നഷ്ടപ്പെട്ടു നിന്ന ബാലനായ ആ യോദ്ധാവിനെ 6 മഹാരഥന്മാർ ചുറ്റും നിന്ന് നീചമായി വധിച്ചതിൽ എല്ലാവരും പഴിച്ചു. മരണത്തിന് കീഴടങ്ങിയിട്ടും അഭൂതപൂർവമായ തേജസ്സുമായി യുദ്ധഭൂമിയിൽ കിടക്കുന്ന അഭിമന്യുവിനെ കണ്ടിട്ട് പാണ്ഡവപക്ഷക്കാർ ദുഃഖം സഹിക്കാതെ നിയന്ത്രണം വിട്ട് നിലവിളിച്ചു. കൗരവർക്ക് അതൊരാഘോഷമായിരുന്നു. സഞ്ജയൻ തുടർന്നു. രാജാവേ, അഭിമന്യു കൗമാരം വിട്ടുമാറാത്ത ഒരു ബാലനായിരുന്നു. അവന് ഈ യൗവനത്തിലേക്ക് പ്രവേശിക്കാനാകാതെ യുദ്ധക്കളത്തിൽ മരിച്ചു വീണത് കണ്ട് പാണ്ഡവ സൈന്യം പിൻവാങ്ങാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ ദുഃഖം താങ്ങാനാവാതെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വീരന്മാരെ, മരണം കവർന്നെടുക്കും വരെ അഭിമന്യു യുദ്ധഭൂമിയിൽ നിന്ന് പിന്മാറിയില്ല. അവനെപ്പോലെ ശൗര്യം കാണിക്കൂ. നിങ്ങൾ പിന്തിരിയരുത്. വിജയം നമുക്കുള്ളതാണ്. സഞ്ജയൻ പറഞ്ഞു, രാജാവേ, അർജുനനെ പോലെ പരാക്രമശാലിയായിരുന്നു സുഭദ്രാകുമാരൻ. മരണം വന്നെത്തിയ അവസാന നിമിഷത്തിലും അവൻ്റെ കർമ്മം അവൻ നിർവഹിച്ചു. തീർച്ചയായും വീരന്മാർക്കുള്ള സ്വർഗത്തിൽ ആ കുമാരന് ഒരു സ്ഥാനമുണ്ട്. രാജാവേ, പാണ്ഡവപക്ഷത്തെ ആ ധീരനായ കുമാരൻ മരിച്ചു വീഴുമ്പോഴേക്കും സൂര്യൻ അസ്തമയ ചക്രവാളത്തിൽ താഴ്ന്നു കഴിഞ്ഞിരുന്നു. ശരീരമാകെ രക്തം ഒലിപ്പിച്ചുകൊണ്ട് കൗരവസൈന്യവും ദുഃഖത്താൽ തലതാഴ്ത്തി ക്ഷീണിതരായ പാണ്ഡവസൈന്യവും അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അവയവങ്ങളും ശിരസ്സുകളും അറ്റുപോയ കബന്ധങ്ങൾ കുരുക്ഷേത്രമാകെ ചിതറിക്കിടന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.